വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രവീൺ ആൻഡ് പ്രണവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പ്രവീണിനെയും പ്രണവിനെയും ആ ഒരു ഫാമിലിയെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇന്നായിരുന്നല്ലോ നമ്മുടെ പ്രവീൺ ആൻഡ് നമ്മുടെ മൃദുലയുടെ കുഞ്ഞിന്റെ പേരുകളുടെ ആ ഒരു വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ ആ ഒരു കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഈ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കമന്റ് സെക്ഷനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മൃദുലയുടെ ആ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകളും അവിടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇവരുടെ കമന്റ് സെക്ഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവർ കാണുന്നത് കുട്ടികളാണെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവരുടെ കമന്റ് സെക്ഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരുപാട് കുട്ടികളുടെ കമന്റ്സ് കാണാം. നാളെ എക്സാം ആയിട്ട് പഠിക്കാതെ ഇവരുടെ വീഡിയോസ് കാണുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു കമന്റിനൊക്കെ എന്താ പറയേണ്ടത്, ആയിരക്കണക്കിനാണ് ലൈക്സ് ഒക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ 100 കണക്കിന് റിപ്ലൈയും അതിന്റെ താഴെ വരുന്നുണ്ട്. യെസ്, നാളെ നമുക്ക് മലയാളം എക്സാം ആണ്, കെമിസ്ട്രി ആണ്, ഫിസിക്സ് ആണ്, എന്നിട്ട് ഞങ്ങൾ പഠിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, ഈ ഒരു വീഡിയോ പഠിക്കാതെ കണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കമന്റ് ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എന്ത് പറയാനാണ്, 2 അക്ഷരം പഠിച്ച് പാസ്സായാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങളടുത്ത് പറയാനില്ല. സോ ഇവരുടെ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലൊന്നും നേടാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിച്ച് പാസ്സായി വല്ല ജോലിയും വാങ്ങിയാൽ നിങ്ങൾക്ക് കൊള്ളാം മാത്രമേ നിങ്ങളടുത്ത് പറയാനുള്ളൂ. സോ എന്തായാലും നമുക്ക് ആ ഒരു നെയിമിംഗ് സെറമണിയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. പോകാതെ ഉടനെ വലികൾ പോകാതെ കടന്നു പോകും, ഇത് കടന്നു പോകും. அதுவே படிக்கும் அதுவே உடைக்கும் மனம் தான் ஒரு குழந்தையே. ഇതിലാണ് കുഞ്ഞിനെ നിർത്തേണ്ടത്. നമ്മള് പച്ചരിയും ചെമ്പാരിയും കൂടെ മിക്സ് അല്ലേ? ആദ്യം പച്ചരി അല്ല, രണ്ടും ഉണ്ട്. അയ്യോ, ചെക്കനെന്തി ആരുടെ കെട്ടിയിട്ടല്ലേ പേരിടുന്നത്? ഞങ്ങളുടെ മുണ്ടൂരുണ്ട്. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമായിരുന്നു ഈ ഒരു പേര് വിളിക്കാൻ അച്ഛനും അമ്മയും കൊച്ചുമൊക്കെ വരുമോ എന്നുള്ളത്. എന്തായാലും കൊച്ചു വന്നില്ലെങ്കിലും അച്ഛനും അമ്മയും ഈ ഒരു ഫംഗ്ഷന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു അമ്മയും അച്ഛനും ഒക്കെ ഈ ഒരു ഫംഗ്ഷന് ആരും അല്ലാത്തതുപോലെ ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ മാറി നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമം തോന്നുന്നുണ്ടായിരുന്നു. മൃദുലയുടെ ആ ഒരു പ്രഗ്നൻസി ജേർണിയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ ഈ പ്രവീണിന്റെ അമ്മ അച്ഛനും ആ ഒരു ഫാമിലി കൊച്ചുവരൊക്കെ എല്ലാവരും ആ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സോ അവർക്കും ഒരുപാട് ഈ ഒരു ഡേനെ കുറിച്ച് വളരെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നിരിക്കാമല്ലോ. സോ അവരൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഒരു രീതിയിലൊരു നെയിമിംഗ് സെറിമണി നടക്കും എന്നുള്ളത് അവരൊരിക്കലും മനസ്സിൽ പോലും കാണാത്ത ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ വന്ന് നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. സോ അങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം തോന്നുന്നുണ്ട്. കൊച്ചു വന്നില്ലെങ്കിലും ഈ ഒരു ഡേയിലെ അച്ഛനും അമ്മയും വന്നിട്ട് അവരനുഗ്രഹിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയും ചെയ്തു. സോ എന്തൊക്കെയാണെങ്കിലും കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ദർശിത് എന്നാണ്. പിന്നെ അവർ വീട്ടിൽ വിളിക്കാൻ പോകുന്നത് അൻപ് എന്നുള്ള പേരാണെന്നാണ് അവർ പറയുന്നത്. സോ അത് കൊച്ചു സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണെന്നും അവർ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ കണ്ടിട്ട് വരാം. ഒറിജിനൽ പോവാട്ടാ. നമ്മളെ പേരിനെ പറ്റി പറഞ്ഞതിലെ ദർശിത് എന്നുള്ള പേരിട്ടത് നിങ്ങൾ കമന്റ് ചെയ്ത പേര് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ പറയണം. പിന്നെ അൻപ് എന്നുള്ള പേരിന്റെ മാത്രം പറഞ്ഞാൽ കൊച്ചുവിട്ട പേര് നമ്മൾ നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. വീട്ടിൽ വിളിക്കുന്ന പേര് അൻപ് എന്നുള്ളത് കൊച്ചു ആണെന്ന് ആദ്യമേ പറഞ്ഞത് ഈ ഒരു പേരിടാൻ.
അൻപെന്ന് വീട്ടിൽ വിളിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഗസ്റ്റ് വീടിന് നമ്മൾ പിന്നീട് ഇട്ടത്. അൻപാണ് ആദ്യം ഇട്ട വീട്ടിൽ കാങ്കുഞ്ഞാണെങ്കിൽ വീട്ടിൽ വിളിക്കാൻ അൻപ് എന്നുള്ള പേര് അവനാണ്. പെൺകുഞ്ഞാണെങ്കിൽ വേറൊരു പേരും പറഞ്ഞായിരുന്നു. അത് പിന്നെ അടുത്ത പെൺകുഞ്ഞാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹോപ്പ് ഉണ്ട്, എന്തെങ്കിലും ഇവരെല്ലാരും കൂടെ പഴയതുപോലെ ഒരുമിച്ചുള്ള വീഡിയോസ് കാണാനും ആ ഒരു സ്നേഹം ഇനിയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു ഹോപ്പ് ഈ ഒരു സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഇല്ലാത്ത ഫാമിലീസ് ഒന്നും ഇല്ലല്ലോ, എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് പരസ്പരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനെയല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്. സോ അങ്ങനെ ഇവരെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് വീണ്ടും ഇവരെല്ലാവരും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.